ലോകത്ത് ഏറ്റവും കൂടുതൽ വൈദികർ കൊല്ലപ്പെടുന്ന രാജ്യമായി മെക്സിക്കോ. ലോകത്ത് വൈദികർ ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി നേരിടുന്ന രാജ്യമായ മെക്സിക്കോയിൽ 34 വർഷത്തിനിടെ 80 കത്തോലിക്ക വൈദികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ 9 മെക്സിക്കോ കേന്ദ്രമാക്കിയ കാത്തലിക് മൾട്ടിമീഡിയ സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1990 മുതൽ രാജ്യത്ത് ഏകദേശം 80 കത്തോലിക്ക വൈദികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് CCN ഡയറക്ടർ ഫാദർ ഒമർ സോറ്റെല്ലോ അഗ്യുലാർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫെലിപ്പ് കാൽഡെറോണിന്റെ ഭരണകാലത്ത് 17 കത്തോലിക്ക വൈദികരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. എൻറിക് പെന നീറ്റോയുടെ ഭരണകാലത്ത് ഈ കണക്ക് 19 ഉയർന്നു. മെക്സിക്കോ നിലവിൽ ഭരിക്കുന്ന ലോപ്പസ് ഒബ്രഡോറിന്റെ 6 വർഷത്തെ ഭരണകാലയളവിൽ 10 വൈദികരാണ് കൊല്ലപ്പെട്ടത്. 14 വൈദികരും മെത്രാന്മാരും ആക്രമിക്കപ്പെട്ടു. പ്രതിവാര ശരാശരി 26 പള്ളികൾ ആക്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു. മെക്സിക്കോയുടെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അക്രമം ആശങ്കാജനകമായ തലത്തിൽ എത്തിയിരിക്കുകയാണെന്ന് ഫാദർ ഒമർ സോറ്റെല്ലോ അഭിപ്രായപ്പെടുന്നു. കത്തോലിക്ക വൈദികരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഭീഷണികൾ, കവർച്ചകൾ, അക്രമങ്ങൾ തുടങ്ങിയ മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗോഡലാജരായിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജുവാൻ ജസസ് പൊസാദാസ് ഒഗാബ 1993 മെയ് 24 ഗോഡലജര വിമാനത്താവളത്തിൽ വെച്ച് വെടിയേറ്റാണ് മരിച്ചത്. 31 വർഷമായി ഈ കൊലപാതക പരമ്പര പരിഹരിക്കപ്പെടാത്ത ഭീഷണിയായി ഇപ്പോഴും നിലനിൽക്കുന്നു. അവസാനമായി 1.5 മാസം മുമ്പ് വിശുദ്ധ ബലി അർപ്പിച്ച ശേഷം മറ്റൊരു ദേവാലയത്തിലേക്ക് തൻ്റെ അജപാലന ചുമതലകൾ പോകുവാൻ തുടങ്ങുന്നതിനിടെ അജ്ഞാതരായ ആക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട പാവങ്ങളുടെ വൈദികനായ ഫാദർ മാർസലോ പെരേസസ്.